பரவாயில்ல, நல்லா இருக்கு. படம் எப்படி ஒரு மெசேஜா படம் தர்றது? மெசேஜ் அடிப்படையாக நல்லா இருக்கு. ஏன் இந்த படம் பார்க்க தமிழ் ஆடியன்ஸாக இருந்து பார்க்குறீங்க இந்த படம்? இல்லை, மலையாளத்தில் சில நல்ல கதையெல்லாம் வருது, அதனால் மலையாள படம் பார்க்குறதுக்காக பார்த்தேன். நான் இப்போவும் கூட்டம் இல்லை, பட்டு என்னை பொறுத்த வரைக்கும் நல்லா இருக்கு படம். ஃபேமிலி ഓവറോൾ எப்படி இருக்குது? ഓക്കെ, കുഴപ്പമില്ല, രണ്ട് കണ്ടു, നന്നായിരിക്കും. ചേട്ടാ എന്താണ് പടം പറഞ്ഞു പോകുന്നത്? ശരിക്കും ഒരു ഫാമിലി സബ്ജക്റ്റ് പോകുന്നത് ഒരു മുസ്ലിം ഫാമിലിയിലുണ്ടാകുന്ന കുടുംബ പ്രോബ്ലം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. നവാസ് നന്നായിരിക്കും, എങ്ങനെയുണ്ട്? കൊള്ളാം. ഫാമിലിയിൽ നടക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ്, ഫാമിലി സബ്ജക്റ്റ്. നല്ല പടമാണ്. നല്ല പടം ഓടും ആണല്ലേ. ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ ജനങ്ങൾ തിയേറ്ററിലോട്ട് വരാൻ വേണ്ടി മടിക്കുന്നു, എന്താണെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇപ്പോഴും പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഈ ആർട്ടിസ്റ്റ് തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് വരുന്ന കാര്യം. അപ്പോൾ നമ്മളെ പോലുള്ള പ്രൊഡ്യൂസർമാർ വാതോക്കികളാണ് എന്നാണ്. നമ്മളൊക്കെ ബിസിനസ് വരായിട്ട് നിൽക്കുന്നത്. അവർ നമ്മളെ പൈസ നമ്മൾ തന്നെ മുടക്കി അവരെ വെച്ച് സിനിമ എടുക്കും. അവർ നമ്മളെ പൈസ കൊടുത്ത് വലിയ സൂപ്പർ സ്റ്റാറും എല്ലാം വേണം. അപ്പോൾ അവർ നമ്മളെ തന്നെ തള്ളിയിട്ട് അവർ തന്നെ പിന്നെ അവർ സ്വന്തം കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് അവർ വലിയ സിനിമ ഇൻഡസ്ട്രീസ് പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിലുണ്ടായിക്കൊണ്ടിരുന്നത്. അതിനോട് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ പുതിയൊരു തീരുമാനം പ്രൊഡ്യൂസേഴ്സ് എടുത്തിരിക്കുന്നു, നല്ലൊരു തീരുമാനം. അവർ പുതിയൊരു കമ്പനി തുടങ്ങിയാണ്, അവർ തന്നെ അഭിനയിച്ചിട്ട് നമ്മൾ വേറൊരാൾ പ്രൊഡ്യൂസർ അവരെ പൈസ കൊടുത്ത് അവർ അഭിനയിക്കുന്നു, ഇവർ അതിൽ കൂടി സൂപ്പർ സ്റ്റാർ ആകുന്നു. എന്നിട്ട് അവർ സ്വന്തമായിട്ടൊരു കമ്പനി ഫോം ചെയ്യുന്നു. അവർ തന്നെ അവരെ പടങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വരുന്നില്ല. എന്നു വെച്ചാൽ ഈ പ്രൊഡ്യൂസേഴ്സിന് വളരെയധികം നഷ്ടമുണ്ടാകും. നമ്മൾ 100% യോജിക്കുകയല്ലേ, നല്ലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്, നല്ലൊരു തീരുമാനം. ഇത് ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കും. ഓക്കെ, ഒരു മാറ്റം ഉണ്ടാവും ഈ സിനിമാ മേഖലയിൽ, നല്ലൊരു മാറ്റം ഉണ്ടാവും. കാലോചിതമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ, അതിലുപരി കേരളത്തിൽ സിനിമാ മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടായാൽ മാത്രമേ ഈ സിനിമ ഇൻഡസ്ട്രീസ് വളരെ പുരോഗതിയിലേക്ക് വികസനത്തിലേക്ക് മാറും. പിന്നെ അതിൽ സമൂഹത്തെ നടക്കുന്ന ദുരാചാരങ്ങളെ പുറത്ത് കാണിക്കുന്ന ഒരു സിനിമ. ഡയലോഗുകളും അതിൻ്റെ അഭിനേതാക്കളും നല്ല രീതിയിൽ നീതി പുലർത്തും, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് പിന്നെ കളക്ഷൻ ഉണ്ടാവേണ്ട ഒരു പടമാണ്. ഇത്തരത്തിലുള്ള പടങ്ങൾ സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് നൽകുന്നത്. ഞാനവിടെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞത്, ഇടക്കാലങ്ങളിൽ ഞാനും ഈ സിനിമ ഇടയ്ക്ക് കാണാറില്ല, പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള പടങ്ങൾ പൊതുരംഗത്ത് വരേണ്ടതാണ്. സിനിമാ ലോകത്തിൽ ഈ അറിവ്, കാരണം ജനങ്ങളെ പലതിലും പെട്ട് കിടക്കുകയാണ്. അതിനെ വിളിച്ച് പറഞ്ഞ് ഒരു നേരായ മാർഗം, ഇങ്ങനെയല്ല ജീവിതം എന്ന് പറയുന്നത്, പച്ചയായ ജീവിതം എന്ന് പറയുന്നത് വേറെയാണ്, അത് സത്യം അടങ്ങുന്ന ഒന്നാണ്. അല്ലാതെ ജൽപ്പനങ്ങളുടെ പുറകെ പോകരുത് എന്നുള്ള ഒരു മെസ്സേജ് അതിൽ കൊടുക്കണം. നല്ല സിനിമയാണ്, കുടുംബകഥയാണ്. നവാസ് മലയാള സിനിമയിൽ തന്നെ ഒരു പ്രതീക്ഷയാണ്. ഭയങ്കരമായ വിജയമില്ലേ, വളരെ ശരിക്കും ഒരു ഊർജാഞ്ചുള്ള സിനിമയാണ്. അതിനകത്ത് വേറെ വിഷയമാണ്. കഥയൊക്കെ ഈ നാട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ നാട്ടിൽ നടക്കുന്ന ഓരോ കഥയുടെ ഒരു ഭാഗമായി ബന്ധപ്പെട്ടുള്ള മലയാള സിനിമ. അതൊരു അവാർഡ് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് കണ്ടുകൊള്ളുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ എന്തായാലും എനിക്കത് കുഴപ്പമില്ല. കുടുംബ സിനിമ തന്നെ.